നമ്മുടെ എല്ലാം മനസ്സിൽ കേരളത്തിലെ നിരത്തുകളിലൂടെ ഓടുന്ന സ്വകാര്യ ബസ്സുകളെക്കുറിച്ച് ഒരു പൊതുവായ ചിത്രമുണ്ട്. മത്സരയോട്ടത്തിന്റെ പേരിലും അപകടകരമായ ഡ്രൈവിംഗിനുമൊക്കെ എപ്പോഴും പഴികേൽക്കുന്നവരാണ് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ. അതുകൊണ്ട് തന്നെ പൊതുവെ സ്വകാര്യ ബസ് ജീവനക്കാരെ ആളുകളെല്ലാം നോക്കിക്കാണുന്നത് ദേഷ്യത്തോടെയായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തരിമ്പ് പോലും നഷ്ടപ്പെടാത്ത സ്വകാര്യ ബസ്സിലെ 3 ജീവനക്കാർ ചെയ്ത പ്രവൃത്തിയെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക. ഒരു കുഞ്ഞു ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ 11 മണി വടകര കൊയിലാണ്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സാരംഗ് എന്ന സ്വകാര്യ ബസ് പതിവ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുമുണ്ട്. കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ ബസ് അരവിന്ദ് കോസ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴാണ് ഒരു കൈക്കുഞ്ഞുമായി അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് ബസ്സിലെ ജീവനക്കാർ കാണുന്നത്. ബസ് നിർത്തിയപാടെ അവർ നിലവിളിച്ചുകൊണ്ട് ബസ്സിലേക്ക് ഓടിക്കയറി. പിതാവിന്റെ കയ്യിൽ ആ കുഞ്ഞ് നിശ്ചലമായി കിടക്കുകയായിരുന്നു. ബസ്സിനുള്ളിലേക്ക് കയറിയ ഉടൻ തന്നെ ആ പിതാവ് വിളിച്ചു പറഞ്ഞു, "കുഞ്ഞിന് അനക്കമില്ല, ഞങ്ങൾക്ക് ആശുപത്രിയിലെത്തണം, മറ്റു വഴികളൊന്നുമില്ല, സഹായിക്കണമെന്ന്." കണ്ടക്ടർ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ശക്തമായ പനി വന്നതിന് പിന്നാലെയാണ് കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോയത് എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ആ സമയത്ത് അവർക്ക് മറ്റു വാഹനങ്ങളൊന്നും കിട്ടാതായതോടെയാണ് ബസ്സിനെ കൈകാണിക്കുന്നത്. കുഞ്ഞിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ബസ് ജീവനക്കാർ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിന്നില്ല. ജീവനക്കാരായ സുബിൻ, രൂപേഷ്, സാരംഗ് എന്നിവർ ഒരേ മനസ്സോടെ ഒരു തീരുമാനത്തിലെത്തി. ഈ ട്രിപ്പ് മുടക്കി കുഞ്ഞിനെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാമെന്ന്. ഡ്രൈവറായ സാരംഗ് പെട്ടെന്ന് തന്നെ സംഭവം യാത്രക്കാരോട് പറഞ്ഞു. മറ്റൊരു വണ്ടിക്ക് വേണ്ടി കാത്തുനിന്നാൽ വിലപ്പെട്ട സമയം അവിടെ നഷ്ടമായേക്കാം. ഒരു ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതല്ല ഒന്നും എന്ന ചിന്തയിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും ആ തീരുമാനത്തെ പിന്തുണച്ചു. ഉടനടി ആശുപത്രിയിലേക്ക് വിടാൻ യാത്രക്കാർ പറയുകയും ചെയ്തു. ഒരു ബസ്സിലെ എല്ലാവരും മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ഒരു അസുലഭ നിമിഷം. തുടർന്ന് സമയം ഒട്ടും പാഴാക്കാൻ നിൽക്കാതെ സാരംഗ് ബസ്സുമായി നേരെ വടകര സഹകരണ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഒരു സ്വകാര്യ ബസ് ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നപ്പോൾ അവിടെയുണ്ടായിരുന്നവരെല്ലാം ആദ്യം ഒന്ന് അമ്പരന്നു. തുടർന്ന് ആ മാതാപിതാക്കൾ കുഞ്ഞിനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. പിന്നാലെ ബസ്സിലെ ജീവനക്കാരും. ആശുപത്രി ജീവനക്കാർ കുഞ്ഞിന് അടിയന്തരമായ ചികിത്സ നൽകിയതോടെ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ വാർത്ത ബസ് ജീവനക്കാരെയും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയും എല്ലാം സന്തോഷത്തിലാഴ്ത്തി. തുടർന്ന് ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിൽ അവർ വടകരയിലേക്ക് തന്നെ മടങ്ങി. ഒരുപക്ഷെ ആ കൈക്കുഞ്ഞുമായി ബസ്സിലേക്ക് മാതാപിതാക്കൾ കയറിയ സമയത്ത് മറ്റൊരു വാഹനം വിളിച്ചു പോകുമെന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അതിനൊന്നും നിൽക്കാതെ തക്ക സമയത്ത് അവർ എടുത്ത ആ തീരുമാനം അവിടെ രക്ഷിച്ചത് ഒരു കുഞ്ഞിന്റെ ജീവനാണ്. സ്വന്തം ജോലി പോലും മാറ്റി നിർത്തി യാത്രക്കാരുടെ പിന്തുണയോടെ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ഈ സാരംഗ് ബസ്സിലെ ജീവനക്കാർക്കിരിക്കട്ടെ നമ്മുടെ എല്ലാം വലിയ ഒരു സല്യൂട്ട്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.